ആണ് ടി കുഞ്ഞിക്കണ്ണൻ എന്നെ പിടിക്കാൻ കാണിച്ച ധൃതി സവാദിനെ പിടിക്കാൻ കാണിച്ചില്ല. അതൊരു വലിയ സ്റ്റേറ്റ്മെൻറ്റാണ്. രണ്ട്, മുഖ്യപ്രതി സവാദല്ല, മുഖ്യപ്രതിക്ക് മുഖ്യപ്രതിയായ സവാദിന് ആശയപ്രകാശനം നൽകിയിട്ടുള്ള മതമാണ് എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പിന്നെ മതപഠനം, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയല്ലോ. മതപഠനം ഇല്ലാതാക്കണം 18 വയസ്സിന് ശേഷം. മറുപടി എന്താ? നികേഷേ, ഈ വിഷയം നമുക്ക് വളരെ ജാഗ്രതയോടുകൂടി മാത്രമേ ചർച്ച ചെയ്യൂ. ജോസഫ് മാഷ് പ്രവാചകനെ നിന്ദിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ശിക്ഷ നൽകാൻ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ പേരിലെ അധികാരമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ചെയ്തത്. പക്ഷെ ഇസ്ലാം അങ്ങനെ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മതമല്ല, മതത്തെ തീവ്രവാദപരമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന താല്പര്യങ്ങളാണ്. ആ താല്പര്യങ്ങളുടെ സ്രോതസ്സുകളിലേക്ക് ചെന്നാൽ അത് അമേരിക്കയിലെത്തും. അതാണ് ജോസഫ് മാഷക്കുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത്. ലോകത്ത് ഇന്ന് നമ്മൾ കാണുന്ന ഇസ്ലാമിക തീവ്രവാദത്തെ വളർത്തിക്കൊണ്ടുവന്നത് ഏതെങ്കിലും ഇസ്ലാം മതപ്രവാചകനോ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട പണ്ഡിതനോ അല്ല, അമേരിക്കൻ സാമ്പ്രായത്വമാണ്. അമേരിക്കയിൽ നൂറുകണക്കിന് ഓറിയന്റലിസ്റ്റ് സർവകലാശാലകളുണ്ടെന്നും ഈ പശ്ചിമേഷ്യക്കകത്തെയും കാസ്പിയൻ തീരത്തെയും ഒക്കെ എണ്ണ സമ്പത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ നടത്തിയ വളരെ ഭീകരമായ പ്രത്യയശാസ്ത്രം, പ്രത്യേകിച്ച് ഈ അഫ്ഗാനിസ്ഥാനിലെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരായിട്ട്, PDP സർക്കാരിനെതിരായിട്ട് അവർ നടത്തിയ ഗൂഢാലോചനകളിലൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ഒരു പ്രത്യയശാസ്ത്ര പദ്ധതിയായി, ഒരു മോഡേൺ ജിഹാദിസമായിട്ട് ഇസ്ലാമിനെ വ്യാഖ്യാനിച്ചത്. അങ്ങനെ വ്യാഖ്യാനിച്ച ആളുകളൊക്കെ തന്നെ ആരാണ്? ബെർണാഡ് ലെവീസിനെ പോലുള്ള അമേരിക്കയിലെ ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാരാണ്. ഒസാമ ബിൻ ലാദൻ പോലും തന്റെ ജിഹാദിനെ ന്യായീകരിക്കുന്ന കൊട്ടേഷൻ ഈ ബെർണാഡ് ലെവീസിനെ പോലുള്ള ഓറിയന്റലിസ്റ്റ് പണ്ഡിതനാണ് എടുത്തത്. അതുകൊണ്ട് എന്റെ ബഹുമാനപ്പെട്ട ജോസഫ് മാഷോടും മറ്റ് ഈ രീതിയിൽ മതത്തെ അല്ല നിങ്ങൾ എതിർക്കേണ്ടത്, മതത്തെ ഈ രീതിയിൽ ഉപയോഗിക്കുന്ന, അതായത് മൂലധന പ്രോക്തമായി മതം വരുമ്പോഴാണ് തീവ്രവാദം ഉണ്ടാകുന്നത്. അത്തരം തീവ്രവാദം ഇപ്പോ ഇവിടെ പോപ്പുലർ ഫ്രണ്ടാണ്, NDF ആണ്. ഈ NDF ഈ കേരളത്തിലോ മൂവാറ്റുപുഴയിലോ രൂപം കൊള്ളുന്ന ഒരു സാധനമല്ല. അത് ആഗോളതലത്തിൽ തന്നെയുള്ള ഇസ്ലാമിക ജിഹാദിസത്തിന്റെ ശൃംഖലകളിൽ രൂപപ്പെട്ടതാണ്. അതിന് ഇവിടെ മാത്രമല്ല ബന്ധം, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ബന്ധമുണ്ട്. ഇപ്പൊ സവാദ് എന്ന് പറയുന്നത് ഇപ്പൊ പിടിക്കപ്പെട്ടു 13 വർഷങ്ങൾക്ക് ശേഷം. അദ്ദേഹത്തെ കുറിച്ച് വളരെ ഗൗരവവഹമായ അന്വേഷണം നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രാദേശികമായി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ സഹായം കിട്ടിയിട്ടുണ്ട്. നികേഷിന് അറിയാമല്ലോ, ഈ മട്ടന്നൂർ എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ഇത്തരം മൂവ്മെന്റുകൾക്ക് വലിയ സ്വാധീനമുള്ള മേഖലകൾ, ഉള്ളി പോലുള്ള പ്രദേശമൊക്കെ നികേഷിനും അറിയാവുന്നില്ല. അത്തരം ഒരു ഏരിയയാണ്. അവിടെയാണ് അദ്ദേഹം എന്ത് ചെയ്യും, ഒരു സാധാരണക്കാരായ ഒരു മരപ്പണിക്കാരനായി പോയി താമസിച്ച് പോലീസിനെ കബളിപ്പിച്ചത്. അത് അദ്ദേഹം ഒടുവിലായിരിക്കും അവിടെ, ഒരു വർഷം ആയിട്ടുണ്ടാകാം ചിലപ്പോൾ അവിടെ വന്നിട്ട്. അപ്പൊ അതിനു മുമ്പ് അദ്ദേഹം ഇവിടെയായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വളരെ സിമ്പിളായി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അതിനകത്ത് ഒരു പ്രശ്നം ഈ പ്രൊഫസർ TJ ജോസഫ് ഉന്നയിക്കുന്ന ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. പക്ഷേ അത് ഒട്ടും തന്നെ യുക്തിപരമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നേരത്തെ ശ്രീ MV നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പറയുന്ന കൈവിട്ട് സംഭവം ഒരിക്കലേ കേരളത്തിൽ നടന്നിട്ടുള്ളൂ. പിന്നെ കേരളം അതിന് അനുവദിച്ചിട്ടില്ല. ആ പ്രസ്ഥാനത്തിന് ഇവിടെ വേരോട്ടം ഉണ്ടായിട്ടില്ല. അർത്ഥത്തിൽ ആ പ്രസ്ഥാനം പ്രതിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരാളെ പിടിക്കുന്നതിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പിന്നെ തങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു അടിസ്ഥാനരഹിതമായ ആരോപണമല്ലേ? തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ ആ രീതിയിൽ ഒരു സമ്മർദ്ദം ചെലുത്തി ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം, ഇപ്പൊ നിങ്ങൾ 4 പേര് ഇരിക്കുകയാണ്. ജോസഫ് മാഷെ പോലെ ഒരു വ്യക്തിമാണ്, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട്. നിങ്ങൾ 4 പേർക്ക് മുമ്പിൽ വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ മദ്രസകൾക്ക് സർക്കാർ എഴുതും. അങ്ങനെ ഉണ്ടോ നികേഷേ? ഉണ്ണി ബാലകൃഷ്ണൻ, അങ്ങനെ ഉണ്ടോ? നിങ്ങളൊന്ന് പറ. കേരളത്തിലെ മതപാഠശാലകൾ എല്ലാം നടത്തുന്നത് മഹല്ല് കമ്മിറ്റികൾ, അവർക്ക് ശമ്പളം കൊടുക്കുന്നു. ആകെ അദ്ദേഹം തരുന്നത്, അദ്ദേഹം ഈ RSS വാട്സപ്പുകളിൽ നിന്ന് കിട്ടുന്ന വിവരം വെച്ച് അദ്ദേഹത്തെ പോലുള്ള ഒരാൾ സംസാരിക്കാൻ പാടില്ല. അദ്ദേഹം മതനിന്ദ നടത്തി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്രമിച്ചവർ, അവർക്ക് ഒരു കാരണവശാലും മാപ്പില്ല. അത് കേരള സമൂഹം ഒന്നിച്ചതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം ഇപ്പൊ ഈ ചർച്ചയിൽ വന്ന് പറയുമ്പോൾ ചില അപകടങ്ങൾ അതിൽ പതിയിരിക്കുന്നുണ്ട്. അത് അത്ര നിഷ്കളങ്കമായി ഞാൻ കാണുന്നില്ല. ജോസഫ് മാഷക്കുണ്ടായ അനുഭവങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ വളരെ വേദനാകരമാണ്. അദ്ദേഹത്തിന് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റാത്തത്. പക്ഷെ ആ കാര്യത്തിൽ അദ്ദേഹം വളരെ ഉദാരമായ, വളരെ അല്ല, അവിടെ ഒരു തെറ്റിദ്ധാരണയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും കേട്ടിരുന്നു, അത് ശരിയാണ്. അവിടെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള എയ്ഡ് സർക്കാർ കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട വാദം അതല്ല. പൊതുസ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പഠന കേന്ദ്രങ്ങൾ അനുവദിക്കരുത്. കാരണം അതും വീട്ടിലിരുന്ന് പഠിച്ചോട്ടെ, അല്ലെങ്കിൽ അതിന് അങ്ങനെയാണ്. ഇപ്പോൾ സൺഡേ സ്കൂള് പള്ളിക്കകത്ത് നടക്കുന്ന ഒരു സംഭവമാണ് ഇത്. പൊതുസ്ഥലത്ത് മതപഠന കേന്ദ്രങ്ങൾ ഉണ്ടാവുകയും ആ മതപഠന കേന്ദ്രങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ആശയങ്ങളുമായി തീവ്രവാദികൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതാണ് പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് കേട്ടോ. അല്ല ഉണ്ണി ബാലകൃഷ്ണൻ, ഭരണഘടനയുടെ 25-ാം ആർട്ടിക്കിൾ വെച്ച് മതം വിശ്വസിക്കാൻ മാത്രമല്ല,
അത് ആചരിക്കുക മാത്രമല്ല, അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും അവകാശം കൊടുക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അത് എന്താണ്, ഒരു വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. ആ അർത്ഥത്തിൽ ഓരോ മതവിശ്വാസികൾക്കും അവരുടേതായ മതാശയങ്ങൾ ശരിയായ രീതിയിൽ പഠിപ്പിക്കാൻ കഴിയണം. ശരിയായ രീതിയിൽ പഠിപ്പിക്കുന്ന നമ്മുടെ മദ്രസകളിലെ പാഠപുസ്തകങ്ങളിൽ നിന്നല്ല ഈ തീവ്രവാദം വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഓറിയന്റലിസ്റ്റ് പഠന കേന്ദ്രങ്ങൾ ഇറക്കുന്ന മോഡേൺ ജിഹാദിസം എന്നാണ് Yes. ഇസ്ലാമിക തീവ്രവാദം. ഇപ്പൊ ഇന്ത്യയിലേക്കുള്ള ഈ ഓറിയന്റലിസ്റ്റ് പഠനങ്ങളാണ് ഈ RSSന്റെ ഐഡിയോളജി. എന്താണ്, നമ്മുടെ വേദങ്ങളും പൗരാണിക സാഹിത്യവും ഉപനിഷത്തുകളും ശ്രുതികളും സ്മൃതികളും ഒക്കെ അവർ ഉദ്ധരിക്കുന്നത് ഓറിയന്റലിസ്റ്റുകൾ ഉണ്ടാക്കിയ വളരെ റിയാക്ഷണറിയായ ഒരു ഐഡിയോളജി എന്ന നിലക്കാണ്. അതിന് നമ്മുടെ പാരമ്പര്യവും നമ്മുടെ പൗരാണിക സംസ്കൃതിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ബീഫിന്റെ കാര്യം തന്നെ നോക്കിയാൽ ഹിന്ദു മതത്തിന്റെ വളരെ പ്രാമാണികമായ ഒരു അടിസ്ഥാന ഗ്രന്ഥമായിട്ട് പലരും ഉദ്ധരിക്കുന്നത് ഋഗ്വേദമാണ്. ഡോക്ടർ രാധാകൃഷ്ണനൊക്കെ അതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഋഗ്വേദത്തിലെ സർവ്വദേവീ ദേവന്മാരും എന്താണ്, വ്യത്യസ്തമായ ഒരു വിഷയമാണ് CKT കുഞ്ഞുകണ്ണൻ. You are watching Reporter Evening Show.